നമഃശിവായ. ദേവദാരുവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 6, ഏറ്റുമാനൂർ ഏഴരപ്പൊന്നാന എഴുന്നള്ളിപ്പ്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 7 വലിയ ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും സ്വർണ്ണത്തിൽ നിർമ്മിച്ച പൂർണ്ണരൂപത്തിലുള്ള പ്രതിമകളാണ് ഏഴരപ്പൊന്നാന എന്ന് അറിയപ്പെടുന്നത്. പ്ലാവിൻ്റെ തടിയിൽ നിർമ്മിച്ച ഈ ആനകളെ സ്വർണ്ണപ്പാളികളാൽ പൊതിഞ്ഞിരിക്കുന്നു. വലിയ ആനകൾക്ക് 2 അടിയും ചെറിയ ആനകൾക്ക് 1 അടിയുമാണ് ഉയരം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 8ാം ഉത്സവ നാളായ കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിനാണ് പ്രസിദ്ധമായ ഏഴരപ്പൊന്നാന എഴുന്നള്ളിപ്പ് എല്ലാ വർഷവും നടത്തുന്നത്. അന്നേ ദിവസം ഏറ്റുമാനൂർ തേവർ ക്ഷേത്ര മതിലിനകത്ത് പടിഞ്ഞാറേ മൂലയിലെ ആസ്ഥാന മണ്ഡപത്തിൽ ഏഴരപ്പൊന്നാന ദർശനം നൽകി എഴുന്നള്ളിയിരിക്കുന്നു. ഏഴരപ്പൊന്നാനയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ ഒന്നാണ് ഏഴരപ്പൊന്നാനയെ അഷ്ടദിഗ്ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ്. ഐരാവതവും പുണ്ടരീകവും കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സർവഭൗമൻ, വാമനൻ എന്നിവയാണ് ദിഗ്ഗജങ്ങൾ. വാമനൻ ചെറുതാകയാൽ അരപ്പൊന്നാനയാകുകയാണ് ഉണ്ടായതത്രേ. മറ്റൊരു ഐതിഹ്യം ഇപ്രകാരം: മാർത്താണ്ഡവർമ്മ പ്രായശ്ചിത്തമായി നടക്കി വെച്ചതാണ് ഈ ഏഴരപ്പൊന്നാന എന്നൊരു വിശ്വാസം. ഇത് ഇപ്രകാരമാണ് ഈ കഥ. മലയാള വർഷം 929 വടക്കങ്കൂർ രാജ്യം പിടിച്ചടക്കുന്നതിനായി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സൈന്യങ്ങൾ ഏറ്റുമാനൂരിലെ മാധവിപ്പിള്ള നിലത്തിൽ പ്രവേശിക്കുകയും അവിടുത്തെ പുരയിടങ്ങളിലെ ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളും മാധവിപ്പള്ളി മഠവും നശിപ്പിച്ചു കളയുകയും ചെയ്തു. തന്നിമിത്തം തിരുവിതാംകൂർ മഹാരാജാവിന് ഏറ്റുമാനൂർ മഹാദേവൻ്റെ അനിഷ്ടവും പലവിധത്തിലുള്ള അനർത്ഥങ്ങളും സംഭവിക്കുകയും തുടർ പരിഹാരാർത്ഥം മഹാരാജാവ് പ്രായശ്ചിത്തമായി നടക്കി വെച്ചതാണ് ഈ ഏഴരപ്പൊന്നാനകളെന്നാണ് ഒരു വിശ്വാസം. എട്ടുമാറ്റിൽ 7143 കഴഞ്ച് സ്വർണം കൊണ്ട് 7 ആനകളെയും 7 കഴഞ്ച് സ്വർണം കൊണ്ട് തോട്ടിയും വളറും 96,000 കഴഞ്ചുകൊണ്ട് സ്വർണം കൊണ്ട് ഒരു പഴുക്കാക്കുലയും നടക്കി വച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ പ്രായശ്ചിത്ത ചാർത്ത് കൊല്ലം 964 ഇടവമാസം 12-ാം തീയതി എഴുതി വെച്ചതായിട്ട് ദേവസ്വത്തിൽ ഇപ്പോഴും കാണുന്നുണ്ട്. മറ്റൊരു ഐതിഹ്യം ഇപ്രകാരം വൈക്കത്തപ്പനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏഴരപ്പൊന്നാനകളെ ഏകദേശം 973-ാം ആണ്ടിൽ നാട് നീങ്ങിയ നമ്മുടെ തിരുവിതാംകൂർ ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ഉണ്ടാക്കി വൈക്കം ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുത്തയച്ചതാണെന്നും ആനകളെ കൊണ്ടുപോയവർ ഏറ്റുമാനൂരിൽ എത്തിയപ്പോൾ ഒരല്പം വിശ്രമിക്കാമെന്ന് കരുതി കുളിയും ഭക്ഷണവുമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏഴരപ്പൊന്നാനകളുടെ മുകളിൽ 10 വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളെ കാണുക ഉണ്ടായി എന്നും തുടർന്ന് ദൈവഹിതം അറിയാനായിട്ട് ഒരു പ്രശ്നം വെച്ചപ്പോൾ അത് ഏറ്റുമാനൂരപ്പന് സമർപ്പിക്കണമെന്ന് കാണുകയും ഉണ്ടായി എന്നാണ് ഐതിഹ്യം. അത് ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് നടക്കി വെച്ചതാണ് ഈ ഏഴരപ്പൊന്നാനകൾ. ഈ ഏഴരപ്പൊന്നാന ദർശനം ഏഴരപ്പൊന്നാന വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഭക്തരുടെ ദർശനത്തിനായി പുറത്തെടുക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ അർദ്ധരാത്രി 12 മണിക്കാണ് ഏഴരപ്പൊന്നാന ദർശനം നടത്തുന്നത്. പൊന്നാനകളെ ദർശിച്ച് കാണിക്ക അർപ്പിച്ച് ഏറ്റുമാനൂരപ്പനെ പ്രണമിക്കാനായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് അന്ന് ക്ഷേത്രത്തിൽ എത്തുന്നത്. ഏഴരപ്പൊന്നാന ദർശനത്തിലൂടെ സർവ്വ ഐശ്വര്യവും സിദ്ധിക്കുമെന്നാണ് ഒരു വിശ്വാസം. കുംഭമാസത്തിലെ രോഹിണി നാളിൽ അർദ്ധരാത്രി ഭഗവാൻ ശരഭമൂർത്തിയായി എത്തി ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യാഭാവം തീർത്തു എന്നാണ് ഒരു വിശ്വാസം. അങ്ങനെ സകല ദേവന്മാർ സന്നിഹിതരാകുന്ന ആ സന്ദർഭത്തിൽ അഷ്ടദിഗ്ഗജങ്ങളാൽ സന്നിഹിതനാകുന്ന ശ്രീ പരമേശ്വരനെ വണങ്ങി കാണിക്ക അർപ്പിക്കാനായിട്ട് ഭക്തജന ലക്ഷങ്ങളാണ് എല്ലാ വർഷവും എത്താറുള്ളത്. ഏഴരപ്പൊന്നാന ദർശനത്തിന് മുന്നോടിയായി തങ്കത്തിൽ തീർത്ത കൂട തലേ ദിവസം വൈകിട്ട് നൽകുന്ന സേവയിൽ എഴുന്നള്ളിക്കും. 8ഉം 10ഉം ഉത്സവ ദിവസങ്ങളിൽ ഏഴരപ്പൊന്നാനയെ ദർശനത്തിനായിട്ട് പുറത്ത് എടുക്കാറുമുണ്ട്. അരപ്പൊന്നാനയെ വിഷു ദിവസം ദർശനത്തിന് വയ്ക്കും. ഏഴരപ്പൊന്നാനയെ കൂടാതെ രത്നക്കല്ലുകളുള്ള പൊൻകുടയും നെന്മാണിക്യം രത്നം പതിച്ച വലമ്പിരി ശംഖും കരിങ്കൽ നാഗസ്വരം
സ്വർണ്ണവിളക്ക്, സ്വർണ്ണക്കുടങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സവിശേഷ ശേഖരം തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലുണ്ടെന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. ഭാരതം ഒട്ടുക്കും ഏറ്റുമാനൂർ ഏഴരപ്പൊന്നാന ദർശനം പ്രസിദ്ധവും ഭക്തജനപ്രിയവുമാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായിട്ട് ധാരാളം തീർത്ഥാടക സഹസ്രങ്ങളാണ് ദർശന സായുജ്യം തേടി അഭിലാഷപൂർത്തിയും തേടി ഏഴരപ്പൊന്നാന ദർശന ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഏഴരപ്പൊന്നാനയുടെ എഴുന്നള്ളിപ്പിനെ പറ്റിയൊക്കെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതുപോലുള്ള ഒരു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.